ആലപ്പുഴയിൽ വസ്ത്രസ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുമ്പോൾ ഔദ്യോഗിക വാഹനം വരാൻ വൈകിയതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. സുരക്ഷാ ജീവനക്കാർ മറ്റൊരു കാർ സജ്ജീകരിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും സുരേഷ് ഗോപി കൂട്ടാക്കിയില്ല. 2 പോലീസ് ജീപ്പുകളുടെ അകമ്പടിയിലാണ് ഓട്ടോറിക്ഷ സുരേഷ് ഗോപിയുമായി യാത്ര ചെയ്തത്. ദൃശ്യങ്ങളിലേക്ക്. മനീഷ് മെഹ്ബാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഏകദേശം സമാന സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ഔദ്യോഗിക വാഹനം എന്തുകൊണ്ടാണ് വരാൻ വൈകിയത്? അല്പം കലിപ്പിലായിരുന്നോ സുരേഷ് ഗോപി? ഷിയാസ്, ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു കല്യാൺ സിൽക്സിന്റെ പുതിയ ആലപ്പുഴയിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം. അവിടെ ഉദ്ഘാടകനായി എത്തിയ സുരേഷ് ഗോപി 20 മിനിറ്റ് ചടങ്ങിൽ അവിടെ പങ്കെടുത്ത ശേഷം തിരിച്ച് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഔദ്യോഗിക വാഹനം കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹം കാണാത്തതിനെ തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷ വഴിയിൽ മറ്റൊരാളെ ഇറക്കാൻ വന്ന ഓട്ടോറിക്ഷ വിളിച്ച് അതിനകത്ത് കയറി പോവുകയായിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ തന്നെ കാണാം, അദ്ദേഹം വന്ന് ഇറങ്ങുന്ന സമയത്ത് മുൻപിലില്ലായിരുന്നുവെങ്കിലും തൊട്ട് പിന്നിൽ തന്നെ ഔദ്യോഗിക വാഹനം കടന്നു വന്നിരുന്നു. പക്ഷേ ഈ വാഹനം കണ്ടില്ല, വാഹനം എത്തിയില്ല എന്ന് കരുതുകയാണ് സുരേഷ് ഗോപി. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കയറുന്നു. ഓട്ടോറിക്ഷ കയറുമ്പോൾ സംഘാടകരായിട്ടുള്ള ആളുകളും മറ്റാളുകളും പറയുന്നു, സാർ പുറകിൽ വാഹനമുണ്ട്, ഇറങ്ങി വന്നാൽ കയറാമെന്ന് പറയുന്നു. പക്ഷേ വീണ്ടും ഏകദേശം ഒരു 200-250 മീറ്ററോളം സുരേഷ് ഗോപി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ഈ ഓട്ടോറിക്ഷയുടെ പിന്നാലെ ഔദ്യോഗിക വാഹനം ചെല്ലുന്നു. അങ്ങനെ പിന്നീട് സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറങ്ങുന്നു. സംഘാടകരും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരും എത്തുന്നു. ഒപ്പം തന്നെ പോലീസ് അകമ്പടിയോടുകൂടിയായിരുന്നു ഈ ഓട്ടോറിക്ഷ മുന്നോട്ട് പോയത്. അങ്ങനെ 250 മീറ്ററോളം യാത്ര ചെയ്ത ശേഷം സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ച ശേഷം വീണ്ടും ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറ്റി. ഇപ്പോഴിതാ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത് കേന്ദ്രമന്ത്രി വന്ന വാഹനം പാർക്ക് ചെയ്യാനായി തൊട്ട് സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് തൊട്ട് മുൻപിൽ ഇല്ലായിരുന്നുവെങ്കിലും തൊട്ട് പിന്നിൽ തന്നെ ഈ വാഹനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാത്ത അനിഷ്ടം അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിയുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ നീരസം സുരേഷ് ഗോപിയുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വീഴ്ച ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ വാഹനം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ സുരേഷ് ഗോപി അത് കണ്ടില്ല എന്നതിന്റെ രീതിയിലാണ് സുരേഷ് ഗോപി അവിടെ നിന്നും ഓട്ടോറിക്ഷയുമായി അവിടെ ഈ ഉദ്ഘാടന സ്ഥലത്ത് നിന്നും മടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. നേരത്തെ തൃശൂരിൽ വെച്ചും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയ സുരേഷ് ഗോപി വാഹനം കണ്ടില്ലെന്നുള്ള പേരിൽ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരുന്നു. ശരി മനീഷ്, ശരി.